പണ്ട് ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ ഇന്ന് പറയാനായിട്ട് തുടങ്ങുകയാണ്. നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവിൻ്റെ കഥ പറയുകയാണ്. ഇദ്ദേഹം പ്രജാക്ഷേമ താല്പര്യനായിരുന്നു. ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഖജനാവ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. പ്രജാക്ഷേമ താല്പര്യത്തിനായി ഈ ഖജനാവിലെ പണമൊക്കെ ചിലവഴിക്കാറുമുണ്ട്. അദ്ദേഹത്തിന് കാലാൾപ്പടയുണ്ട്, രഥം, തേര്, ചതുരംഗപ്പടയുണ്ട്, ആനപ്പട, കുതിരപ്പട, ഇങ്ങനെയൊക്കെയുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പട നയിച്ച് മറ്റ് രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് വളരെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനാണ്. വിഷ്ണു ക്ഷേത്രങ്ങൾ ധാരാളം സന്ദർശിക്കുക, മഹാവിഷ്ണുവിൻ്റെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക, ആ ഓരോരോ വിശേഷ ദിവസങ്ങളിലും ഓരോരോ ക്ഷേത്രങ്ങളിലും ധാരാളം അന്നദാനം നടത്തുക, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ രാജ്യം ഭരിക്കുന്ന വാർദ്ധക്യമായി, പുത്രന്മാരൊക്കെ ഉണ്ട് താനും. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു, മതി എനിക്കിപ്പോൾ ഇനി രാജ്യഭാരം, കുട്ടികൾക്കൊക്കെ പ്രാപ്തിയായി, മകനെ അങ്ങോട്ട് രാജാവാക്കി വാഴിച്ച് കാട്ടിലേക്ക് പോകാം. അങ്ങനെയാണല്ലോ രാജാക്കന്മാരുടെയൊക്കെ പതിവ്. വാർദ്ധക്യത്തിൽ വനത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് സിദ്ധി കൂടുമെന്ന് പറഞ്ഞാൽ മരിച്ചു പോകും. അങ്ങനെയാണ് രാജാക്കന്മാർ. അതുപോലെ അങ്ങനെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് രാജ്യഭാരം തൻ്റെ പുത്രനെ ഏൽപ്പിച്ച് വനത്തിൽ പോയി അദ്ദേഹം അങ്ങനെ അവിടെ വളരെ സുഖമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശാന്തമായ ഒരു ആശ്രമം പോലെ ഒരു കുടില് കെട്ടിയുണ്ടാക്കി അവിടെ താമസിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല സുഖമായ മന്ദമാരുതൻ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ നിന്ന് നല്ല സുഗന്ധമുള്ള പൂക്കൾ വീഴുന്നുണ്ട്. മന്ദമാരുതൻ വെച്ച് എന്തിനു പറയണു, ഈ മഹാരാജാവ് ഒന്നങ്ങോട്ട് ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. ആ സമയത്തുണ്ട് അവിടേക്ക് അഗസ്ത്യ മഹർഷി വന്നു. അദ്ദേഹം ഇങ്ങനെ ആശ്രമങ്ങൾ തോറും നടന്ന് ഇതൊരാശ്രമമാണെന്ന് കരുതി അവിടെ വന്നു. അതുവഴി പോയപ്പോൾ എന്നാൽ ഈ ആശ്രമത്തിലൊന്ന് വിശ്രമിക്കാം, അവിടെ ആരാണെന്ന് വെച്ചാൽ ആ മഹർഷിയെ കണ്ടു വന്ദിക്കുകയും ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ഉദ്ദേശത്തോടെ തന്നെ അഗസ്ത്യ മഹർഷി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തപശക്തിയുടെ വലിപ്പം കൊണ്ട് അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞാൽ ആരും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇവിടെ ഈ ആശ്രമത്തിൽ വന്ന് ഇന്ദ്രദ്യുമ്നൻ തന്നെയുള്ളൂ. അദ്ദേഹമാണ് ഒരു ചെറിയ ഉച്ചമയക്കത്തിലുമാണ്. ഈ മഹർഷിയെ തിരിച്ചറിഞ്ഞില്ല, അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അർഘ്യവാദ്യാദികൾ കൊണ്ടുവന്ന് സ്വീകരിച്ച് ആനയിച്ച് ഭവനത്തിൽ കയറ്റിയിരുത്തി അദ്ദേഹത്തിന് ലഘുപാനീയങ്ങളും പഴങ്ങളും ഭക്ഷണം നൽകേണ്ടതൊക്കെയാണ്. എന്നിട്ട് അങ്ങ് വന്ന കാര്യം എന്താണെന്നാരായാണ് വേണ്ടത്. അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ ചെയ്തേനെ. പക്ഷേ സംഗതി വശാൽ കണ്ടില്ല. അഗസ്ത്യ മഹർഷിക്ക് ദേഷ്യം വന്നില്ലേ? മഹർഷിമാർക്കൊക്കെ ഒരു ഇത്തിരി പോരെ, താപശക്തി വെള്ളമുള്ള ആളല്ലേ. അദ്ദേഹം ഈ രാജാവിനെ ഒരു ആനയാവട്ടെ നമ്മൾ ശപിച്ചു. നല്ലൊരു പെമേനിട്ട് വച്ചിട്ട് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് നല്ലൊരു കൊമ്പനാനയായി കഴിഞ്ഞപ്പോൾ എന്തായി, കാടുകുലിക്ക് ഇങ്ങനെ നടക്കുകയാണ്. ധാരാളം ക്രമേണ അങ്ങനെ നടന്ന് ഇല്ലിയൊക്കെ ഒടിച്ച് തിന്ന് കായ്കനികളൊക്കെ തിന്ന് അങ്ങനെ കാട്ടിൽ വിഹരിച്ച് ജീവിക്കുകയാണ് രാജാവ്. ഉള്ളിൽ ഇന്ദ്രദ്യുമ്ന രാജാവ്, പക്ഷെ കാഴ്ചയ്ക്ക് പുറമേ നോക്കുമ്പോൾ നല്ലൊരു കൊമ്പനാന. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പിടിയാനകളൊക്കെ ആയിട്ട് കൂട്ടുണ്ടായി, മറ്റ് കൊമ്പനാനകളൊക്കെ ആയിട്ട് കൂട്ടുണ്ടായി, കുട്ടിയാനകളൊക്കെ ഉണ്ടായി. എന്തിനു പറയണു, വലിയ ഒരു ആനസംഘത്തിൻ്റെ നേതാവായി തീർന്നു ഇന്ദ്രദ്യുമ്ന രാജാവ്. മാറിയ ആനയായ കൊമ്പനാന അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ആ കാട്ടിൽ തന്നെ ഒരു തടാകം ഉണ്ട് കേട്ടോ. ആ തടാകത്തിൻ്റെ അടുത്തായിട്ട് ദേവലൻ എന്ന് പറയുന്ന ഒരു മഹർഷി താമസിക്കുന്നുണ്ട്. ആ ദേവല മഹർഷി ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ തടാകത്തിൻ്റെ തീരത്തായിട്ട് ത്രികൂടപർവ്വതത്തിലാണ് കേട്ടോ. ത്രികൂടപർവ്വതത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അവിടെ ആ തടാകത്തിൽ ദേവലൻ എന്ന് പറയുന്ന മുനി അദ്ദേഹം സ്വസ്ഥമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഒരു ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? അവർ ശരിക്കും ദേവന്മാരായിട്ടില്ല, എന്നാലോ മനുഷ്യരെക്കാൾ കൂടുതൽ സിദ്ധികളൊക്കെ ഉള്ളവരാണ് ഗന്ധർവ രാജാക്കന്മാർ, ഗന്ധർവന്മാർ.
അങ്ങനെയുള്ളൊരു ഗന്ധർവൻ. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കണോ? നിങ്ങൾ ആർക്കും അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടാവില്ല. ഹൂഹു. എന്താണ്? ഹൂഹു. ഹൂഹു എന്ന ഗന്ധർവൻ ആ പരിസരത്തിലേക്ക് വന്നപ്പോൾ ഗന്ധർവന്മാർക്ക് ധാരാളം നല്ല സൗന്ദര്യമുണ്ട്, തമ്പുരു മീട്ടാൻ അറിയാം, സംഗീതം നല്ല വശമുണ്ട്. ഇദ്ദേഹം പാടുപാടി ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, യുവ കോമളനല്ലേ ഗന്ധർവൻ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കലാപരമായ കഴിവുകൊണ്ടും ഒക്കെ ധാരാളം അപ്സര സ്ത്രീകൾ കൂട്ടുകാരികളായിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഭാര്യമാരൊന്നുമല്ല, ഇങ്ങനെ കൂട്ടുകൂടി നടക്കണു വനത്തിൽ കൂടെ. അങ്ങനെ വന്ന് അദ്ദേഹം ഈ തടാകത്തിൽ, ചിത്രകൂട പർവ്വതത്തിൽ ദേവല മഹർഷി തപസ് ചെയ്യുന്നതിനടുത്തായിട്ടുള്ള തടാകത്തിൽ വന്ന് കുളിക്കാനിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ അപ്സരസുകൾ ഒക്കെ എന്ത് ചെയ്തു? ഗന്ധർവന്മാരും അപ്സരസുകളും ഒക്കെ ഒരുമിച്ച് ആ തടാകത്തിൽ തന്നെ അവരെ അവിടെ തന്നെ ഇങ്ങോട്ട് ഗന്ധർവൻ അപ്സര ഒത്തുള്ള വിളയാട്ടം തുടങ്ങി. അപ്പം ഈ മഹർഷിമാർക്ക് അങ്ങനെ സ്ത്രീകളൊന്നുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല, എല്ലാവരും ഇഷ്ടപ്പെടില്ല. ഇദ്ദേഹത്തിനൊരു ശല്യം തോന്നി. ഇതാരാ ഈ വെള്ളത്തിൽ വന്നിട്ട് എനിക്കൊരു ഉപദ്രവം, ഇവരുടെ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ അവർക്ക് സ്വകാര്യമായിട്ട് ചെയ്താൽ പോരെ, എന്തിനാ ഈ ആശ്രമത്തിൽ വന്ന് തപസ് ചെയ്യണം? എൻ്റെ തപസ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഈ പരിപാടി എന്ന് കരുതി ശപിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഗന്ധർവനെ അങ്ങോട്ട് ശപിച്ചു. ഈ മഹർഷിമാർക്കൊക്കെ പെട്ടെന്ന് വരില്ലേ ചുണ്ടി, ശപിച്ചിട്ട് നീ ഒരു മുതലയായി പോകട്ടെ. പറഞ്ഞ നേരം കൊണ്ട് മഹർഷി ഹൂഹു ഗന്ധർവൻ, മഹർഷിയുടെ ശാപമേറ്റ ഹൂഹു ഗന്ധർവൻ്റെ ഒരു മുതലയായി ഈ തടാകത്തിൽ തന്നെ അങ്ങോട്ട് ജീവിതം തുടങ്ങി. ഇനിയിപ്പോൾ അവിടേക്കാ പോണേ മുതലായിട്ട് അവിടെ തന്നെ തുടങ്ങി. ആ കാട്ടിൽ തന്നെയുള്ള ആയിട്ട് ഇന്ദ്രദ്യുമ്ന മഹാരാജാവിൻ്റെ ആനയും വാസം തുടങ്ങി. അപ്പോൾ ഈ ആനകളൊക്കെ കൂട്ടം കൂടി ചില സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ തടാകത്തിൽ വരും. മഹർഷിക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവാറില്ല. മുതലങ്ങനെ വെള്ളത്തിൽ മതിച്ചു കലങ്ങി മറ്റ് ജലജീവികളെയൊക്കെ പിടിച്ച് തിന്നുകൊണ്ട് അങ്ങനെ മുതലയും ജീവിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അപ്പോഴേക്കും ഈ ഇന്ദ്രദ്യുമ്ന രാജാവിനാണ് ആനക്കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ആന ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. ഏറ്റവും ആനകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവയുടെ കൊമ്പിനാണ്. കൊമ്പണങ്ങ നീണ്ട് കൂർത്ത് അങ്ങനെയുള്ള കൊമ്പ്, അതും ഈ മഹാരാജാവ് ആനയായ മഹാരാജാവിന് തന്നെയാണ്. പിന്നീട് നല്ല കറുപ്പ് നിറം, തുമ്പിക്കൈയാണെങ്കിൽ ഇങ്ങോട്ട് നിലത്ത് മുട്ടി പിന്നെ മടിഞ്ഞ് കിടക്കും. നീളമുള്ള തുമ്പി, അത് ആനകളുടെ സൗന്ദര്യമാണ്. നീണ്ട് വിശറി പോലെയുള്ള ചെവികൾ, അതും സൗന്ദര്യമുള്ള ആനകളുടെ ഒരു ലക്ഷണം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും മതിച്ച് മല കയറി നടക്കുന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് എന്ന ആ കൊമ്പനാന തൻ്റെ കൂട്ടുകാരായ ധാരാളം അയ്യന്മാരെ പോലെ കൊണ്ട് നടക്കുന്ന കൊമ്പനാന കൂട്ടത്തെയും പിടിയാന കൂട്ടത്തെയും ഒക്കെ കൂട്ടി തടാകത്തിൽ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം വെള്ളം അങ്ങോട്ട് ആഴത്തിലേക്ക്, അപ്പോൾ മറ്റു കൊച്ചു കുട്ടികൾക്കൊന്നും ഇത് വരാതിരിക്കാൻ വേണ്ടി ഈ വെള്ളം കുടിക്കാനിറങ്ങി. അപ്പോൾ പെട്ടെന്ന് ഈ വെള്ളം കുറച്ച് കലങ്ങാൻ തുടങ്ങി. ഇന്ദ്രദ്യുമ്നനാണ് ആദ്യം അങ്ങോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് വെള്ളം കലങ്ങി. ഇപ്പം മുതല വന്നു, ഞാൻ താമസിക്കണ ഈ കുളത്തിൽ ഈ പൊയ്കയിൽ വെള്ളം കലക്കാൻ അതാരടപ്പ. നോക്കുമ്പോൾ എന്താ വലിയൊരു കൊമ്പനാന, ഒട്ടും പഠിച്ചില്ല, മുതല കാലുമ കയറിയാൽ കടിച്ചു കൊമ്പനാനയുടെ. ഇവനൊന്ന് കയറി പോകട്ടെ, എൻ്റെ തടാകത്തിലെ വെള്ളം, എൻ്റെ പൊയ്കയിലെ വെള്ളം കലക്കുന്നു എന്ന് കരുതി. അപ്പോൾ ആനയ്ക്ക് തോന്നി, എൻ്റെ കാലുമ ഏതാണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ആട്ടെ അങ്ങനെ ഒന്ന് കുടഞ്ഞു നോക്കി. കുടഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളൂല്ലോ, ആന നല്ല കരുത്തനല്ലേ. കുടഞ്ഞു നോക്കി, കടി വിട്ടിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വലിച്ചു കരയിലേക്ക് കയറിയിട്ട് അവനെ ചവിട്ടി അരയ്ക്കാം, കയറി കൊണ്ടുപോവാം എന്ന് കരുതുന്നു. വിട്ട് കിട്ടിയാൽ ചവിട്ടിയായിരിക്കും. അങ്ങനെ ആയിട്ട് കയറ്റി കൊണ്ടുപോയി. ആനയ്ക്ക് ഈ മുതലയുടെ ശക്തിയെ ജയിക്കാനായിട്ട് സാധിക്കുമോ എന്നൊരു സംശയം തുടങ്ങി കഴിഞ്ഞപ്പോൾ
എന്ത് ചെയ്ത് വലിച്ചിട്ട് ഇങ്ങോട്ട് കയറാനേ പറ്റണില്ല. അതേസമയം മോനല്ല കടിച്ച് വലിക്കുമ്പോൾ ആഴത്തിലേക്ക് ഇറങ്ങണമുണ്ട്. അപ്പോൾ മറ്റ് കരയിൽ നിൽക്കണം മറ്റു കൊമ്പനാനകൾ ചോദിച്ചു, അമ്മാവാ ഞങ്ങൾ പിടിക്കണമെന്ന് ഒന്ന് തുമ്പിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം കൊമ്പനാനയ്ക്കൊരു തോന്നൽ, അയ്യോ എനിക്ക് ഈ മുതലയുടെ കടിയൊന്ന് പിടിക്കാനായിട്ട് ഈ ആനകളുടെ സഹായം പറ്റൂടെ, ഒന്നും വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഞ്ഞ് ചവിട്ടി കയറാനായിട്ട് ആന നോക്കുക. അതേസമയം മുതലാണെങ്കിൽ അങ്ങോട്ട് കീഴ്പോട്ട് ആഴത്തിലേക്ക് ചളിയിലേക്ക് അങ്ങോട്ട് വലിക്കുകയും ചെയ്യുക. ഇവർ തമ്മിലുള്ള യുദ്ധം ഉണ്ടല്ലോ, ഈ ആനയും മുതലും തമ്മിൽ 1-2 കൊല്ലമൊന്നുമല്ല, പുരാണത്തിൽ പറയുന്നത് 1000 കൊല്ലം അവരുടെ യുദ്ധം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും കൊമ്പനാനകൾ സഹായിക്കാമെന്ന് പറഞ്ഞ കൊമ്പനാനകളുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞ കൊമ്പനാന തുമ്പിക്ക് നീട്ടി കൊടുത്തു. അപ്പം മറ്റു കൊമ്പനാനകൾ വന്ന് തുമ്പി ഇങ്ങോട്ട് നീട്ടി പിടിച്ചു വലിച്ച് കയറ്റാൻ നോക്കി. പെട്ടെന്ന് പറ്റൂലോ, 4 കൊമ്പനാന ഇനി വന്നാൽ പോരെ എന്നൊക്കെ ആദ്യം തോന്നി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, ആന ഇങ്ങോട്ട് 1 ഇഞ്ച് പോലും കരയിലേക്ക് അടുപ്പിക്കാൻ കൊമ്പനാനകൾക്ക് ആദ്യം പറ്റിയില്ല. ആ കൊമ്പനാനകളെ ഉദ്ധിക്കൊണ്ട് പിടിയാനകളും കൂടി. പക്ഷേ ആനയ്ക്ക് തടാകത്തിൽ നിന്ന് കയറാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, മുതല അങ്ങോട്ട് കീഴ്പോട്ടേക്ക് വലിച്ച് തടാകത്തിലേക്ക് അങ്ങോട്ട് ഇറക്കിയും കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനക്കൂട്ടത്തിലെ മറ്റാനകൾക്കൊക്കെ തോന്നിയേ നമ്മുടെ ചേട്ടച്ചാരി പോയത് തന്നെ, നമുക്കിനി വേറെ വല്ല നേതാക്കന്മാരെയും കണ്ടുപിടിക്കുക. എന്താ ചെയ്യണേ, അദ്ദേഹം തടാകത്തിൽ ഇങ്ങനെ മുങ്ങി മുതല വലിച്ചു കൊണ്ടുപോയി ചെളിയിലേക്ക് കാലങ്ങോട്ട് പൂണ്ടുപോയി അതിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോവുക. ആനയുടെ പകുതി ഭാഗം വരെ വെള്ളം നിറഞ്ഞു. ആന അങ്ങനെ ഇറങ്ങി വയറൊക്കെ മുങ്ങാൻ തുടങ്ങി. മറ്റാനകൾക്ക് തോന്നി, അയ്യോ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ തലയിലെഴുത്ത് തന്നെ മുങ്ങി മരിക്കുകയുണ്ടാവുള്ളൂ ഈ തടാകത്തിൽ എന്ന് വിചാരിച്ചു. എന്താ ചെയ്യുക, സങ്കടത്തോടെ ഓരോരോ പിടികുട്ടിയാനകളും പിടിയാനകളും ഒക്കെ കൈ പൊക്കി വിട പറഞ്ഞ് യാത്ര പറഞ്ഞ് അദ്ദേഹത്തിനെ വിട്ടുപിരിഞ്ഞ് കാട്ടിലേക്ക് കയറിപ്പോയി. ഒക്കെ കഴിഞ്ഞ് കൊമ്പനാനകളുടെ ഊഴമായി അവരൊന്നും കൂടി ശ്രമിച്ചു. എന്താ ചെയ്യണേ, ഞങ്ങൾക്ക് പറ്റാണ്ടാണ് എന്ന് കരുതി സങ്കടത്തോടെ വിട പറഞ്ഞ് കാട് കയറി. എല്ലാ ആനക്കൂട്ടവും കാട് കയറി. ഈ കൊമ്പനാന മാത്രം കരുത്തനായ കൊമ്പനാന, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ജയിച്ച് കയറിക്കോളാമെന്ന് ഊറ്റം കൊണ്ട കൊമ്പനാന, അഹങ്കാരിയായ കൊമ്പനാന. കാര്യാൾ വിഷ്ണു ഭക്തനാട്ടോ. വരെയും മുങ്ങുമെന്നുറപ്പായി കഴിയണ വരെ മഹാവിഷ്ണുവിനെ ഈശ്വരനെ ചിന്തിച്ചിട്ടേയില്ല. താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ പൊയ്കയിൽ ധാരാളം താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിരിഞ്ഞ് നിൽക്കണ ആ താമരപ്പൂക്കൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തനിക്കിനി രക്ഷപ്പെടാൻ തൻ്റെ ശക്തി തനിക്ക് ഉപകരിക്കുന്നില്ല. തൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള തൻ്റെ സഹോദരങ്ങൾ അവർക്കൊക്കെ ശക്തിയുണ്ട്, അവരൊക്കെ സഹായിച്ചു. കാര്യമില്ല, അവരുടെ സഹായവും ഇനി തനിക്കില്ല. ഈ ചേറിൽ കിടന്ന് ഈ പൊയ്കയിൽ കിടന്ന് ഞാൻ മുങ്ങി മരിക്കുകയുണ്ടാവുള്ളൂല്ലോ എന്നുള്ള തോന്നലങ്ങോട്ട് ഉറച്ചപ്പോൾ അഹങ്കാരമൊക്കെ അങ്ങോട്ട് പോയി. ശക്തി മുഴുവൻ അങ്ങടെ ശക്തി കൊണ്ടൊരു ഫലമില്ലാതെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഈശ്വര മഹാവിഷ്ണുവിനെ അങ്ങോട്ട് ശ്രമിച്ചു. ഭഗവാനെ എന്താ ഈ കാണണേ, എനിക്ക് തടാകത്തിൽ മുങ്ങി മരിക്കേണ്ടി വരുമോ? ഉടൻ തന്നെ അദ്ദേഹം കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് മനസ്സിൽ വിചാരിച്ചു. ആനയ്ക്ക് അങ്ങനെ അക്ഷരങ്ങൾ പറയാൻ കിട്ടുമോ? ആന വളരെ വിഷമിച്ച് കൃഷ്ണ എന്ന് പറയാന്ന് പറഞ്ഞാൽ ചെറിയൊരു കരച്ചിലായി. അങ്ങനെയാണ് നമ്മൾ പുറമേയുള്ളവർ കേൾക്കുക. പക്ഷെ ആനയുടെ മനസ്സിൽ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്നാണ് പറയുന്നത്. കൃഷ്ണ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വെറുതെ അങ്ങോട്ട് കുറച്ച് നേരം വിളിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന് കൂടുതൽ അവശതയായിപ്പോൾ തോന്നി. എനിക്ക് ഭഗവാനെ അർച്ചിക്കാനല്ലേ ഈ താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കണേ. അദ്ദേഹം തൻ്റെ തുമ്പിക്കൈ കൊണ്ട് നീട്ടി താമരപ്പൂക്കൾ പറിച്ചുകൊണ്ട് മേലോട്ടേക്കങ്ങറങ്ങും. കൃഷ്ണ ഭഗവാനെ
അടുത്ത ഉരുപ്പിടുത്തം തുമ്പിക്കിട്ട് പിടിച്ചു. ആ താമരപ്പൂവും മേലോട്ടേക്കങ്ങ് അപ്പം അങ്ങനെ താന്നുകൊണ്ടിരിക്കുക. ആനയുടെ പുറം മൂടാറായി. ആനയങ്ങ് താഴ്ന്നു പോവുകയാണ്. അതേ സമയത്ത് തുമ്പി മാത്രമേ കാണാനുള്ളൂ. തുമ്പി പൊക്കി പരതി നോക്കി ചുറ്റും ഇനിയും വല്ല പൂക്കൾ നിൽക്കുന്നുണ്ടോ. താമരപ്പൂ കിട്ടാവുന്നതെല്ലാം പറിച്ച് അർച്ചിച്ചു. താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു പോയി. തൻ്റെ ഈ തുമ്പിക്കൈയിൻ്റെ അറ്റം ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. ആന ശ്വസിക്കണത് തുമ്പിക്കൈയിൽ കൂടി കേട്ടോ. തുമ്പിക്കൈയിൻ്റെ തുമ്പത്താണ് അതിൻ്റെ മൂക്ക്. അതിങ്ങനെ മാത്രമേ കാണാനുള്ളൂ. ഇനി ഒരൊറ്റ പൂവില്ല, ഒരു പൂവ് പറിക്കാൻ നീക്കാനൊന്നുമില്ല. ഒക്കെ കഴിഞ്ഞ് ആ തുമ്പി മാത്രം പൊക്കി അങ്ങ് താഴാറായി. ദേ താമര പൊയ്കയിലേക്ക് കൊമ്പനാന താന്ന് 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 പോണു. ആകെ ചന്ദ്രൻ അദ്ദേഹം കൃഷ്ണനെ വിചാരിച്ചുകൊണ്ട് താഴ്ന്നു പോവുകയാണ്. ആ സമയത്ത് ആ മൂക്കിൻ്റെ തുമ്പിൽ എനിക്കൊരു എന്തോ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടല്ലോ. അദ്ദേഹം വെള്ളത്തിലേക്ക് പോണതിന് മൂക്കിൽ കൂടെ അങ്ങനെ സുഗന്ധം വഹിച്ചുകൊണ്ടുള്ള കാറ്റ് വരുമ്പോൾ ആ വരുന്ന വായുവിൽ ഒരു സുഗന്ധം. എന്താ സുഗന്ധം ഇത് നോക്കിയപ്പോൾ ഹരിചന്ദന സുന്ദര സുന്ദര ഗന്ധം, ഹരിചന്ദനത്തിൻ്റെ സുഗന്ധം. ഹരിചന്ദനത്തിൻ്റെ സുഗന്ധം തൻ്റെ നാസാരന്ധ്രങ്ങളിൽ എത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്നു. ഉറപ്പായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൂശുന്ന ഹരിചന്ദനത്തിൻ്റെ സുഗന്ധമാണിത്. മാത്രമല്ല അപ്പോഴേക്കും ഗരുഡൻ്റെ ചിറകടി. ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടാണ് മഹാവിഷ്ണു വന്നു. ഈ തുമ്പിക്കൈ അങ്ങോട്ട് തുമ്പത്ത് മുങ്ങിപ്പോണ തുമ്പിക്കൈയിൻ്റെ തുമ്പത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു. ഭഗവാൻ കൈ പിടിച്ചാൽ പിന്നെ ശക്തി കിട്ടില്ലേ, പിന്നെ കരുത്ത് തന്നെ വരുമല്ലേ. ഇദ്ദേഹത്തെ ഇങ്ങനെ കൊമ്പനാനെ കയ്യോണ്ടങ്ങോട്ട് പിടിച്ച് പൊക്കി. അപ്പോഴും ഈ കൊമ്പനാനെ പാടുകയാണ് കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് രക്ഷിച്ചു. കരയിലേക്ക് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് കയറി കരയിലേക്ക് അങ്ങോട്ട് പൊങ്ങി കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം ഇന്ദ്രദ്യുമ്ന മഹാരാജാവിൻ്റേതായി. അഗസ്ത്യ മഹർഷിയുടെ ശാപം അങ്ങ് തീർന്നു. അദ്ദേഹം തൻ്റെ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അതേ സമയത്ത് ഈ മുതലയുടെ പിടി അങ്ങോട്ട് വിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി രാജാവായി. മുതല തൻ്റെ കർത്തവ്യം, മുതല അവിടെ തന്നെ ഗന്ധർവനായിട്ട് പൊങ്ങി വരികയും ചെയ്തു. മുതലയുടെ ശാപവും ദേവലമുനിയുടെ ശാപവും തീർന്നു കിട്ടി ആ ഗന്ധർവന്. ഹൂഹു എന്ന ഗന്ധർവൻ മുതലയിൽ നിന്നും ഗന്ധർവനായി മാറി. ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവ് കൊമ്പനാനയിൽ നിന്ന് ആ രാജാവിൻ്റെ ശരീരത്തിൽ, അദ്ദേഹം വനവാസത്തിലാണല്ലോ, അതുകൊണ്ട് രാജകീയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ ജീവിച്ചു, സിദ്ധി കൂടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഗുണപാഠം എന്താണ്? അവിടെ ശക്തിയൊക്കെ നമുക്ക് ശക്തിയുള്ള കാലത്തൊക്കെ നല്ല അഹങ്കാരമാണ്, സൗന്ദര്യമുള്ള കാലത്തും നല്ല അഹങ്കാരം. എൻ്റെ കൂടെ എത്ര ആൾക്കാരാ, തൻ്റെ കൂടെ കുറേ ആൾക്കാരാകുമ്പോൾ എനിക്ക് നല്ലൊരു സംഖ്യാബലമുണ്ട്, എനിക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അഹങ്കാര ആപത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ശക്തി കൊണ്ട് കാര്യമുണ്ടായോ, സൗഹൃദം കൊണ്ട് കാര്യമുണ്ടായോ? ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാനേ എന്നുള്ളൊരു സ്മരണ വന്നു. ഭഗവാൻ തന്നെയുള്ളൂ നമ്മളെ രക്ഷിക്കാൻ. അതാണ് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ പുരാണത്തിൽ ഈ കഥയ്ക്ക് പറയുന്ന പേര് ഗജേന്ദ്രമോക്ഷം എന്നാണ്. കൊമ്പനാന ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കൊമ്പനാന, അതിന് മോക്ഷം കിട്ടുന്നത്, ആനയിൽ നിന്ന് മോക്ഷം കിട്ടുന്ന ആ ഒരു മഹാവിഷ്ണു പോയപ്പോൾ ഇന്ദ്രദ്യുമ്നെ എന്ന രാജാവിനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി എന്നും വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി എന്നും പറയുന്നുണ്ട് കഥയിൽ, പുരാണത്തിൽ. കുറച്ച് കഴിഞ്ഞിട്ടാണ്
അപ്പോൾ ഗജേന്ദ്രമോക്ഷം എന്ന കഥയാണിത്. എല്ലാവരും ഈ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുക. ഗജേന്ദ്രമോക്ഷം ഒരു ചുമർ ചിത്രം എന്ന് പറഞ്ഞാൽ ചുമരിൽ പച്ച ഇലകളുടെ ചാറുകൊണ്ട് നിറം കൊടുത്ത് വരയ്ക്കുന്ന ചിത്രം, ചുമരിൽ വരയ്ക്കുന്ന ചിത്രത്തിനാണ് ചുമർ ചിത്രം എന്ന് പറയുക. അതൊരു കലാരൂപമാണ്. ഈ കഥ കേൾക്കുന്ന ആരെങ്കിലും കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിൽ കാണാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നും കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ മഹാരാജാവിന്, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭൻ്റെ ദാസനാണ്, പത്മനാഭദാസൻ. ആ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ ഈ ഗജേന്ദ്രമോക്ഷം കഥ ചുമർ ചിത്രമായിട്ട് അദ്ദേഹത്തിന് കയറി വരുമ്പോൾ കണ്ട് വന്ദിക്കാനായിട്ട്, തൊഴുവാനായിട്ട് ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രകഥ വരച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എവിടെയുമുള്ള ചുമർ ചിത്രങ്ങളിൽ എണ്ണപ്പെട്ട അതിമനോഹരമായൊരു ചുമർ ചിത്രമാണ് കേട്ടോ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ കുളത്തിൽ നിന്നും കയറി വരുമ്പോൾ, കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ മഹാരാജാവിന് സ്തുതിക്കാനുള്ള, തൊഴുവാനുള്ള, വന്ദിക്കാനുള്ള ആ ഗജേന്ദ്രമോക്ഷം ചിത്രകഥ. അതുകൂടി തരം കിട്ടിയാൽ ഒന്ന് പോയി കാണൂ കേട്ടോ.